അപ്പോൾ നാളെ ഞങ്ങളുടെ കോളേജ് ആർട്സിൻ്റെ ഫസ്റ്റ് ദിവസം കേട്ടോ. അപ്പോൾ രാത്രി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി, ഫാഷൻ ഷോ അതിനൊക്കെ വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കാൻ. ഞാൻ രാവിലെ കോളേജിൽ പോയി, രാവിലെ കുറേ പരിപാടികളുണ്ടായി. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ ചെന്നു. അപ്പോൾ കുറേ പാട്ടും ഡാൻസും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഇത് അഡ്വർടൈസ്മെൻ്റ് ആണ്, ഒരു സാധനം നമുക്ക് തരും, അത് നമ്മൾ അഡ്വർടൈസ് ചെയ്ത് വിൽക്കുന്ന പോലെ കാണിക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ ഡ്യുവറ്റ് സോങ് ഉണ്ടായി, നമ്മുടെ മിന്നുവോ വർദ്ധനോ കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ക്യാൻറ്റീനിൽ പോയി ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ബാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇരുന്നേച്ചത്. അപ്പോൾ ഇത് ഹാലോവിൻ ഡാൻസ് ആയിരുന്നു, ഓരോ ടീമിലായിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടീമിനാണ് സെക്കൻഡ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എപ്സ്റ്റീൻ ഫയൽ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവർ ആ ടീമിലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞൊന്ന് ഓഫീസിൽ പോകാനുണ്ടായിരുന്നു, കുറച്ച് വെരിഫിക്കേഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഒരു പ്രേതം അവിടെ മേക്കപ്പ് അഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ സഹായിച്ചു കുറച്ച് നേരം അത് അഴിച്ച് കളയാൻ വേണ്ടിയിട്ട്. കുറച്ച് പണിയായിരുന്നു ആ പെയിൻ്റൊക്കെ മൂത്തുനിന്ന് പറിച്ച് കളയാൻ വേണ്ടി. പിന്നെ എണ്ണയൊക്കെ ഇട്ട് തൂത്ത് ഞങ്ങളെല്ലാവരും കൂടി ഉരച്ച് തേച്ച് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ പരിപാടിക്കൊന്നും കയറിയില്ലെങ്കിലും വെറുതെ അടക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും. എന്തായാലും അവളുടെ ടീമിന് ഫസ്റ്റ് അടിച്ചതിൻ്റെ സന്തോഷമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്റ്റേജിൽ പോയി, അവിടെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെയും ക്യാൻറ്റീനിൽ ചെന്ന് ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇത്തിരി കൂടുതലാണ്. ഇതെനിക്ക് എൻ്റെ സാറ് തന്ന പോവാട്ടോ. അത് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ പോയി നോക്കി ബാൻഡിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയോന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ താഴെ ചെന്നു. അപ്പോൾ ഈ സാറായിട്ട് എനിക്ക് പോകുന്നത് ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളാണ് സാറ്. ഞങ്ങൾക്ക് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. പാവം ആട്ടോ സാറ്. കുറച്ചധികം വൈകി കേട്ടോ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. അവർക്ക് സൗണ്ടിൻ്റെയൊക്കെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ടൈം എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പരിപാടി തുടങ്ങി. പരിപാടിയൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു. ഇവിടെയെല്ലാം കഴിഞ്ഞ് 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ ചെന്നു. വെറുതെ ഇരിക്കാമെന്ന് കരുതിയാണ് പോയത്. പിന്നെയും പട്ടിപ്പണിയായിരുന്നു കേട്ടോ. ഇനി 2 ദിവസം കൂടി ആർട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി ശേഷിട്ട് നാളെ കാണാം. അപ്പോൾ ടാറ്റ.